മുത്തുമണികളെ, അപ്പം ഇന്ന് അതിഭയങ്കരമായ രൂക്ഷമായ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ അൽ ഉഡായിപ്പ് ഉമ്മയുടെ ഇന്നലത്തെ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവില് ആ പുള്ളിക്കാരി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, ഒരു വാക്ക്, ഒരു കാര്യം. അതായത് അവര് റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് റബ്ബർ പാലിന് ഒരു ചെറിയ മധുരമുണ്ടത്രേ. ആ മധുരമുള്ളത് കൊണ്ടാണോ ആ ഒരു കട്ടുറുമ്പുകൾ ആ പാലിൽ വന്നിരിക്കും. അപ്പം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടെ അത് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഉറുമ്പിന്റെ കാലിലുള്ള പശയൊക്കെ തുടച്ച് ആ ഉറുമ്പിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന ത്യാഗസമ്പന്നയായ, വളരെ സാധുവായ, മനുഷ്യത്വം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ത്രീ ആണ് പുള്ളിക്കാരി. പക്ഷെ സ്വന്തം മക്കളോട് പോലും ഒരിറ്റ് കരുണ കാണിക്കാൻ പുള്ളിക്കാരിക്ക് ഈ ഉറുമ്പിനോട് കാണിച്ച ഒരു കരുണ ആ മക്കളോട് കാണിക്കാൻ പുള്ളിക്കാരി മറന്നുപോകും. അത് എന്താണ് എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ മക്കളുള്ള ആളുകളാണ്. നമ്മളെ മക്കള് ഒരു പ്രശ്നത്തിലാവുകയോ അല്ലെങ്കിൽ ഒരു വിഷയം വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നാലാൾ അറിയാതെ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കും അവരുടെ പാരൻസ് ചിന്തിക്കുന്നത്. ഒരു പക്ഷെ എനിക്കൊന്നൊന്ന് വാപ്പമാര് പോലും ഭയങ്കര എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും മാതാവ് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ, പെൺമക്കളുടെ കാര്യത്തിൽ വളരെ കെയറിങ് ആയിരിക്കും. ഇനി എത്ര ഭയങ്കര എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് പെരുമാറുന്ന ഒരു ഉമ്മയാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ മകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്ത് 10 പേര് അറിയാതെ ആ ഒരു സംഭവം ഒതുക്കി തീർക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിക്കുകയും ഭയങ്കര ബുദ്ധിപൂർവം അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കും മാതാവ് എന്ന് പറയുന്നത്. പിതാവാണെങ്കിൽ പോലും പെട്ടെന്ന് വൈകാരികമായിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് പിന്നെ അയൽവാസികളൊക്കെ അറിഞ്ഞ് അങ്ങനെ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയാണ് സത്യത്തിൽ ആ മകളുടെ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നതും ആ കുട്ടി അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് റെഡിയായതും അവിടെ പഞ്ചായത്തുകാര് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതും ആ മകള് ഉമ്മാന്റെ അടുത്ത് എത്താനുള്ള കാരണം ആ നാട്ടുകാരാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയതും മൊഴി രേഖപ്പെടുത്തിയതും ഒക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടാണ് നാട്ടുകാര് അറിയുന്നത്. അപ്പോ ഇത് വേണമെങ്കിൽ ഇവർക്ക് രഹസ്യമായിട്ട് വെക്കാമായിരുന്നു. പക്ഷെ ഈ പുള്ളിക്കാരി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര വലിയ കൊമ്പത്ത സ്ത്രീയാണ്, ഞാൻ ഭയങ്കര ത്യാഗമതിയാണ്, ഞാൻ ഭയങ്കര എന്തോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ ഒരു പിഴവാണത്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അത് നാട്ടിലുള്ളവർ അറിഞ്ഞു. വേറൊരിടത്തുമല്ല ആ കുട്ടി നിൽക്കുന്നത്, സ്വന്തം ഉമ്മാന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവിടെ തന്നെയാണ് ആ കുട്ടികൾ മുമ്പ് നിന്നിട്ടുള്ളത്. അപ്പോ അതൊരു വലിയ വിഷയമേ അല്ല. ഇവര് ഡെയിലി വന്നിരുന്നും കൊണ്ട് അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം ഈ കുട്ടീനെ കൊണ്ടുവന്ന് ഇരുത്തി ലൈവ് ചെയ്യിപ്പിക്കുകയും അതിനുശേഷം ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം 10-20 ലൈവോളം ചെയ്യുകയും വീഡിയോകൾ ചെയ്യുകയും ആ വീഡിയോകളിലെല്ലാം തന്നെ ഇവർ പ്രതിപാദിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഇവരുടെ മകളുടെ പേരാണ്. ശരി, അത് കഴിഞ്ഞ് ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് അവർ വളരെ ഹാപ്പിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു നാടകം അവർ നടത്തി, നാടകമുള്ള ഒരു വീഡിയോ അവർ നടത്തി. ഒന്നുമല്ല, രായമ്മ പറയുന്ന പോലെയല്ല, ഷെഫീന പറയുന്ന പോലെയല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ തലയ്ക്കകത്ത് മൂളയില്ല. തലയ്ക്കകത്ത് ഒരു ഇത്തിരിയെങ്കിലും മൂള ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എടാ, ആ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ വിഷമങ്ങൾ നമ്മൾ നമ്മളെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആ ഒരു വീഡിയോയോട് കൂടി നിർത്തുന്നതിന് പകരം പിന്നെ വന്നിരുന്നും കൊണ്ട് ആ കുട്ടിയെ കുറിച്ച് പറയാത്ത ഒരു ലൈവോ ഒരു വീഡിയോയോ നിങ്ങൾ കാണിച്ചതാ. സത്യത്തില് ആ കുട്ടി ഒരു പൊതുസമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രായമാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്.
ഈ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവരുടെ കൂട്ടുകാരുമായിട്ട് അവരൊരു പിന്നെ സ്ഥലത്ത് ഒത്തുകൂടേണ്ടതുണ്ട്. അവരെ നോക്കുന്ന ആ കുട്ടീനെ നോക്കേണ്ടി വരുന്ന ടീച്ചേഴ്സ്, പിന്നെ ആ ചുറ്റുപാട്, സഹപാഠികള്, ആ കുട്ടി നടന്നു പോകുന്ന വഴികൾ, ആ നാട് ഒക്കെ ആ കുട്ടിയെ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടി വീണ്ടും 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 ആ കുട്ടിയെ ഇട്ടുകൊടുക്കുന്നത് ഒരമ്മ എന്നുള്ള നിലയിൽ വൻ പരാജയമാണ് ഈ സ്ത്രീ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. എടാ, മക്കള് ആ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മോളെന്ന് പറയുന്നത് 10-12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോളാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു അതിന്റെ മുഖത്തുനിന്ന് അതിന്റെ ഓമനത്വം പോലും കഴിഞ്ഞിട്ടില്ല. ആ കുട്ടീനെ വളർത്തിയ കണക്കും, ആ കുട്ടി എന്തിനധികം പറയുന്ന, ആ കുട്ടിയുടെ ഡ്രസ്സ് പോലും ഇവരെടുത്തു കൊടുക്കില്ല. ആ കുട്ടി വേണമെങ്കിൽ വന്ന് എടുക്കട്ടെ. അപ്പൊ അവരുടെ മനസ്സിലെ ആ ഒരു വൈരാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പിഞ്ചു കുട്ടിയോട് പോലും എന്റെ മനസ്സിൽ നീ മരണപ്പെട്ടു എന്ന് പറയണമെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇവര് ഇതുവരെ കഷ്ടപ്പെട്ടത് വെറുതെ ആവുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിനോട് പറയാണ്, എന്റെ മനസ്സ് മുറിഞ്ഞു പോയി, നീ മരിച്ചുപോയി എന്ന് ഞാൻ ധരിക്കുന്നു. ഉമ്മ മരിച്ചുപോയി എന്ന് നീ ധരിച്ചോ, ഞാൻ മരിച്ചാൽ പോലും നീ എൻ്റെ മുന്നിൽ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എവിടെയാണ് കിടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്നതൊക്കെയും തന്നെ ഞങ്ങൾക്ക് ഒരു നാടകം പോലെയാണ്. ഞങ്ങളത് രസിച്ച് കാണും. ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും നിങ്ങളുടെ ജീവിത കഥ വന്നിരുന്ന് രസിച്ച് കാണും. ഞങ്ങൾക്കാർക്കും യാതൊരു നഷ്ടവുമില്ല. ഈ കുട്ടി പിന്നീട് വളർന്ന് 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു ലോകം അറിയുന്ന സമയം എൻ്റെ ഉമ്മ ഇട്ട വീഡിയോകൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഈ കുട്ടിയുടെ പേരുള്ള അല്ലെങ്കിൽ മോളുടെ പേരുള്ള മോള് എന്ന് പറയുന്ന ആ വീഡിയോകൾ ആ കുഞ്ഞെടുത്ത് നോക്കുമ്പോൾ, 10-18 വയസ്സുള്ള ആ കുട്ടി ആ ഒരു വീഡിയോകൾ എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മയോട് തോന്നുന്ന വികാരം എന്തായിരിക്കും? ഇതൊരു പക്ഷെ ഡോളർ കയറാൻ വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. അല്ലാതെ ലോകത്ത് ഒരു ഉമ്മമാരും ചെയ്യാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ഒരാൾ പോലും ഒരു കമന്റിൽ കൂടെ പോലും വന്നിട്ട് പറയുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം അവർ കണ്ട് രസിക്കുകയാണ്. അതായത് ഒരു മെഗാ സീരിയൽ പോലെ പിന്നെ എന്താണ് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കല്യാണം കഴിച്ച ആളിനെ ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉപേക്ഷിച്ചവര് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. പൊരുത്തം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രസവത്തിൽ എല്ലാ കുട്ടികൾക്കും ഓരോരോരോരോ ഉപ്പമാര്. ഇതാ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ വളരാൻ ആവശ്യമായ വളമാണോ? ഒരു നല്ല ഒരു പാരമ്പര്യം ആ കുട്ടിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? എന്നിട്ട് ഉമ്മ തന്നെ വന്നിരുന്നു കൊണ്ട് ഉമ്മുമ്മാനെ പറയുന്നു, ഉപ്പുപ്പാനെ പറയുന്നു. ഭാഗ്യം അവരുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടു പോയി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരും കൂടി കേട്ടുപോട്ടായിരുന്നു. അങ്ങനെ പാരമ്പര്യത്തെ പറഞ്ഞ് സ്വന്തം കുടുംബത്തിനെ നാറ്റിച്ച് സ്വന്തം മകളെ പോലും നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ. 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ ഒരു വീഡിയോയിലോ ഒരു ലൈവിലോ ഇനി ആ കുട്ടിയുടെ പേര് വലിച്ചഴയ്ക്കാതിരിക്കൂ. ആ കുട്ടി പഠിക്കട്ടെ, ആ കുട്ടി ജീവിക്കട്ടെ. അതിന്റെ മനോഹരമായ ലോകത്ത് അതിന് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അതിന് ഈ ഭൂമിയും ഈ ഭൂമിയിലെ സന്തോഷങ്ങളും ആ കുട്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങൾ ആ കുട്ടി അനുഭവിക്കട്ടെ. അല്ലാതെ ഞെക്കി ഞെരുക്കി നിങ്ങളുടെ പരസ്പരമുള്ള സ്വാർത്ഥതയുടെയും ദേഷ്യത്തിന്റെയും വാശിയുടെയും പേരിൽ ആ കുഞ്ഞിന്റെ ജീവിതമോ ആ കുഞ്ഞിന്റെ ബാല്യമോ നിങ്ങൾ നശിപ്പിക്കാതിരിക്കും. അമ്മുമ്മയോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഈ ഉമ്മുമ്മയോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ വൈരാഗ്യത്തിന്റെ പുറത്താണ് ആ കുട്ടീനെ പിടിച്ചണയ്ക്കുന്നത് എങ്കിൽ അത് ചെയ്യാതിരിക്കും. നിങ്ങളുടെ മകൾക്ക് കൊടുക്കാതെ പോയത് നിങ്ങളുടെ മകൾ ആ കുഞ്ഞിന് കൊടുക്കുമെങ്കിൽ അതിനെ വിട്ടുകൊടുക്ക്. വെറുതെ നിങ്ങളുടെ പരസ്പരമുള്ള വാശികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതിന്റെ ജീവിതം നശിപ്പിച്ച് കളയില്ലേ. അതുപോലെ ഈ യൂട്യൂബ് മീഡിയ എന്ന് പറയുന്നത്, യൂട്യൂബിലുള്ളവര് ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരു പരിഹാസം പോലെ അല്ലെങ്കിൽ ഒരു രസം പോലെ അവർ കണ്ടുകൊണ്ടേയിരിക്കും. അമ്മ മകളെ കുറ്റം പറയുന്നത്, മകള് അമ്മയെ കുറ്റം പറയുന്നത്.
ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും. ഈ നജിലയുടെ ഒരു ജീവിത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നജില എല്ലാവരെയും കുറ്റം പറയും, എന്നിട്ട് എല്ലാവരുമായിട്ടും സഹകരിക്കും. ഈ കൂടെ ജീവിക്കുന്ന പുള്ളിക്കാരനെ കുറിച്ച് ഒരു മനുഷ്യൻ പോലും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ് ആ പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനലിലൂടെ മൂത്രമൊഴിക്കും, പല്ല് തേക്കില്ല, വാനാറ്റം കൊണ്ട് അടുത്ത് പോകാൻ പറ്റില്ല, ശരീര ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നതല്ല, കാലിന്റെയും കഴുത്തിന്റെയും ഒക്കെ അഴുക്ക് കാണുമ്പോൾ ഛർദിക്കാൻ മുട്ടുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും ആ പുള്ളിക്കാരന്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് പറയാതിരുന്നൂടെ? അതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ട് പബ്ലിക്കിലുള്ള ആളുകൾ അത് വിലയിരുത്തുന്നത് എന്ത് രീതിയിലാണ്? എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരോടൊപ്പം ജീവിക്കുന്നു. ഉമ്മാനെ കുറിച്ച് ഇത്രയും വൃത്തികേട് പറഞ്ഞ നിങ്ങൾ തന്നെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇവര് ഈ ഇപ്പോഴുള്ള കാമുകന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാങ്ക് വീഡിയോ നടത്തിയിട്ടുണ്ട്. അപ്പോഴാ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പോണ്ട, എനിക്ക് ശാന്തമ്മേന്റെ കൂടെ പോണ്ട, എനിക്ക് പോണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു കുട്ടീനെ. ആ കുട്ടി ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? അവിടേക്ക് ആ കുട്ടിയെ വിട്ടുകൊടുത്തത് ആരാണ്? ആ കുട്ടി ആദ്യം അവിടെ പോവേണ്ടി വന്ന അവസ്ഥ എന്താണ്? അതുവരെ ശാരദമ്മയുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞ കുട്ടി പിന്നെ എങ്ങനെ ആ വീട്ടിൽ പോയി? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് ജനങ്ങളുടെ ഉള്ളിലും കാണും. കാരണം ഇതെവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി ഛർദിക്കുന്നത്? പൊതുമീഡിയയിലാണ്. ആ കുട്ടിക്ക് 12 വയസ്സല്ലേ ഉള്ളൂ. ശരിക്കും നാട്ടുകാരല്ല ആ കുഞ്ഞിനോട് ദ്രോഹം ചെയ്യുന്നത്, പെറ്റുമ്മയായ നിങ്ങൾ തന്നെയാണ്. ആ കുട്ടിയെ വളരാൻ അനുവദിക്കും. പേഴ്സണലായ വിഷയങ്ങൾ നിങ്ങൾ പേഴ്സണലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇങ്ങനെ തുറന്ന അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരുന്നു? ഇത് ശരിക്കും ഇവരുടെ കൂടെ ഉള്ള ആളുകൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊരു ലൈവ് എടുത്താലും ആ കുഞ്ഞിനെ അപമാനിക്കുന്ന കാര്യങ്ങൾ ഇവർ പറയാത്ത ഒരൊറ്റ സ്ഥലമില്ല. ആ എറുമ്പിനോട് കാണിച്ച ഒരു സഹാനുഭൂതി ഉണ്ടല്ലോ, അതുപോലും നിങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന പുള്ളിക്കാരനോടോ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മക്കളോടോ, നിങ്ങളെ പെറ്റ് വളർത്തിയ നിങ്ങളുടെ ഉമ്മയോടോ, വളർത്താൻ കഷ്ടപ്പെട്ട നിങ്ങളുടെ വാപ്പയോടോ, നിങ്ങളുടെ കൂടെ ജനിച്ചു വളർന്ന നിങ്ങളുടെ സഹോദരങ്ങളോടോ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഉറുമ്പിനോട് നിങ്ങൾ ചെയ്ത അതിന്റെ ആ ഒരു കൂലി പടച്ചിറപ്പ് പക്ഷെ നിങ്ങൾക്ക് തരുമായിരിക്കും. പക്ഷെ ഇത് സമൂഹത്തിൽ ജീവിക്കുന്ന ഇവരെല്ലാം തന്നെ ഞങ്ങളുടെ മനസ്സിൽ കല്ലായിട്ടാണ് വരുന്നത്. കാരണം ഇവരിങ്ങനെയൊക്കെ ചെയ്തോ, ഇതൊക്കെ ചെയ്തോ? ഒരിക്കലും ആ ഉമ്മാനെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ലാത്ത വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടപ്പോഴോ കഴിഞ്ഞു പോയ, പണ്ടപ്പോഴോ നിങ്ങളത് ആ സമയത്ത് ചെറുതായിരിക്കാം, നിങ്ങൾ കണ്ടതിലെ മിസ്റ്റേക്ക് ആണെങ്കിലോ, എന്നിട്ടും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വൈകാരികമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈകാരികമായി നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ലൈവ് ഓൺ ആക്കാതിരിക്കുക. നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ ലൈവ് ഓൺ ആക്കാതിരിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭൂരിപക്ഷം ഒഴിവായി കിട്ടും. സംയമനത്തോടുകൂടി കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക. എന്റെ മക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്ന ചിന്തയെങ്കിലും നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. നിങ്ങൾ ലൈവുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മക്കളും കൂടെ ഇരിക്കുകയാണ്. ആ മക്കൾ തിന്നാനും കുടിക്കാനും ചോദിക്കുമ്പോൾ അതുപോലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ നിങ്ങൾ വൈകാരിക ക്ഷോഭത്തോടു കൂടി സംസാരിക്കുകയാണ്. ഒരു കുഞ്ഞു മോൻ വന്ന് നിങ്ങളോട് ചായ ചോദിക്കുമ്പോൾ ആ ചായ എടുത്തു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ആ ചായ എടുത്ത് നിങ്ങൾ ആ പിഞ്ചു മോന്റെ മുന്നിലേക്ക് വെക്കുന്നത് ഇന്നാ കുടി എന്ന് പറഞ്ഞിട്ടാണ്. ഒരിക്കലും ഒരു ഉമ്മ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉമ്മയുടെ സ്നേഹവും കൂടി ചേർത്താണ് കൊടുക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങൾ വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നതായിരിക്കാം. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുക. ചെയ്യുന്ന തെറ്റ് എന്താണെന്നൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഊതി കത്തിച്ചു തരാനും നിങ്ങളെ ഊതി പെരുപ്പിച്ച് ഇങ്ങനെ പറ, അങ്ങനെ പറ, മറ്റേ രീതി ചെയ്, ഇങ്ങനെ ചെയ് എന്ന് പറയാൻ 10,000 ആൾക്കാർ കാണും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മകള് നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോ നിന്റെ മാത്രം നേരെ ആയിരിക്കും ആ കുട്ടി വിരൽ ചൂണ്ടുന്നത്. ഞങ്ങളുടെ ആരുടെയും നേർക്കായിരിക്കില്ല. നീ അപ്പോഴും വന്നിരുന്ന് പഴി പറയും, രായമ്മയാണ്, രായമ്മ ഒറ്റൊരുത്തി കാരണമാണ് എന്റെ ജീവിതം മോശമാക്കിയത്.
എടാ, ജീവിതം അവനവന്റെ ജീവിതം എന്ന് പറയുന്നത് അവനവന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അത് ആർക്കും മോശമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂല. എന്റെ ജീവിതം എന്ന് പറയുന്നത് അത് എന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. ഞാൻ തീരുമാനിക്കണം അത് തെരുവിലേക്ക് കൊണ്ടുവന്ന് വലിച്ചഴക്കണോ വേണ്ടേ എന്നുള്ളത്. എന്റെ വിശ്വാസം, എന്റെ സ്വത്ത്, എന്റെ സന്തോഷങ്ങള്, എന്റെ ദുഃഖങ്ങള് ഇതൊക്കെ തെരുവിൽ കൊണ്ടുവന്ന് വലിച്ചഴക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. എന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും അത് പിന്നീട് തെരുവിൽ കിടന്ന് ചീഞ്ഞു നാറുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്ക്. നിങ്ങളുടെ കൂടെയുള്ളവർ പോലും ഇതൊന്നും പറഞ്ഞു തരണമെന്നില്ല. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലതിന് ഇപ്പൊ നല്ലത് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനൊന്നുമില്ല. പക്ഷെ ഇതിൽ മക്കൾ വരുന്നത് കൊണ്ട് മാത്രം മക്കളെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. അവരിനി ഈ ലോകം കാണേണ്ടവരാണ്. അവരിനി ഒരുപാട് ഈ ലോകത്ത് ജീവിക്കാനുള്ളവരാണ്. അവരൊരുപാട് ആളുകളെ കാണേണ്ടതും ഇടപഴകേണ്ടതുമായ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്റെ ഉമ്മ ഇങ്ങനെയല്ലേ, നിന്റെ ഉമ്മ ഈ രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക്.